2022 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി യുഎസിലെ യുജീൻ. വേഗറാണിയെ കണ്ടെത്താനുള്ള മത്സരം നടക്കുകയാണ്. മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു 35-കാരി, 4 വയസ്സുകാരന്റെ അമ്മ. നമ്മുടെ നാട്ടിൽ പലരും കിതയ്ക്കുന്ന പ്രായം. ഒളിമ്പിക്സിലെ വേഗറാണിയായ എലൈൻ തോംസൺ അടക്കം വരി നിൽക്കുന്നവരിൽ എല്ലാവരും കിടിലങ്ങൾ. മത്സരം ആരംഭിച്ചു. 10.67 സെക്കൻഡുകൾക്കുള്ളിൽ 100 മീറ്ററിലെ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്തു ആ 35 വയസ്സുകാരി. പേര് ഷെല്ലി ആൻ ഫ്രേസർ. ജമൈക്കയുടെ പോക്കറ്റ് റോക്കറ്റ്. ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന പ്രായമേറിയ സ്പ്രിന്റർ. ജമൈക്കയുടെ തന്നെ ഷെറിക്ക ജാക്സണും എലൈൻ തോംസണും യഥാക്രമം വെള്ളിയും വെങ്കലവും സ്വന്തമാക്കി ഷെല്ലിയുടെ പിന്നിലായി. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വർണം, മറ്റു സ്ത്രീകൾക്ക് പ്രചോദനമാകട്ടെ എന്റെ വിജയം എന്നായിരുന്നു മത്സരശേഷം ഷെല്ലിയുടെ വാക്കുകൾ. ഷെല്ലിയുടെ ഈ വാക്കുകളിൽ ഉണ്ടായിരുന്നു വിജയത്തിനായി അവർ അനുഭവിച്ച ത്യാഗങ്ങളും കൊടിയ പരിശീലനത്തിന്റെ തീവ്രതയും. 2017 ലണ്ടൻ ലോക ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായാണ് താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണെന്ന് ഷെല്ലി പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം ട്രാക്കിൽ തിരിച്ചെത്തുമ്പോൾ വീണ്ടും കാണാം എന്നായിരുന്നു പ്രഖ്യാപനം. കുഞ്ഞിന് ജന്മം നൽകി തൊട്ടടുത്ത വർഷം അവർ ട്രാക്കിലേക്ക് തന്നെ തിരിച്ചെത്തി. അത്ലറ്റിക്സ് ആരാധകർക്ക് ഏറെ സുപരിചിതമായ ഒരു പേരാണ് ഷെല്ലി ആൻ ഫ്രേസർ. 21ാം നൂറ്റാണ്ടിന്റെ വേഗറാണി. റോക്കറ്റ് പോലെ ട്രാക്കിൽ കുതിച്ചു തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞു. 100 മീറ്ററിലെ ആദ്യത്തെ ഒളിമ്പിക് സ്വർണം 2008 ബെയ്ജിങ്ങിൽ നേടുമ്പോൾ ഷെല്ലിയുടെ പ്രായം 22 ആയിരുന്നു. 37ാമത്തെ വയസ്സിലും അതേ വേഗതയും ആത്മവിശ്വാസവും കൈവിടാതെയാണ് അവർ പാരീസ് ഒളിമ്പിക്സിലേക്ക് എത്തുന്നത്. ബെയ്ജിംഗ് ഒളിമ്പിക്സിന് പിന്നാലെ വന്ന ഒളിമ്പിക്സുകളിലും ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും അവർ മിന്നല് പോലെ പലവട്ടം കടന്നുപോയി. നിറങ്ങളേറെ ഇഷ്ടമുള്ള ഷെല്ലിയുടെ മുടിയഴക് ഏറെ പ്രസിദ്ധമാണ്. ഓരോ ലോക മീറ്റിനും അവരെത്തുന്നത് വ്യത്യസ്ത ഹെയർ സ്റ്റൈലുകളോടെയാണ്. ജമൈക്കൻ തലസ്ഥാനമായ കിങ്സ്റ്റണിലായിരുന്നു ഷെല്ലി ആൻ ഫ്രേസറുടെ ജനനം. വേഗതയുടെ ബാലപാഠങ്ങൾ ആരും പഠിപ്പിക്കാതെ തന്നെ അവർ അത് സ്വായത്തമാക്കി. വേൾമേഴ്സിലെ പെൺകുട്ടികൾക്കുള്ള ഹൈസ്കൂളിൽ നിന്നും നഗ്നപാതിയായി ഷെല്ലി ഓടിക്കേറി നേടിയെടുത്തതാണ് ഈ മെഡലുകളെല്ലാം. റെക്കോർഡുകളുടെ ഉറ്റ തോഴിയാണ് ഷെല്ലി. തുടരെ 5 തവണ ലോക ചാമ്പ്യൻഷിപ്പിൽ അവർ വേഗവനിതയായി. ഇത്തരമൊരു നേട്ടം അത്ലറ്റിക്സിൽ കൈവരിച്ച മറ്റൊരാളില്ല. ഒപ്പം ഒരേ ട്രാക്ക് ഇനത്തിൽ കൂടുതൽ സ്വർണം നേടുക എന്ന റെക്കോർഡും ഷെല്ലിയുടെ പേരിൽ തന്നെയാണ്. 2009, 2013, 2015, 2019, 2022 എന്നിവയാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഷെല്ലിയുടെ സുവർണ വർഷങ്ങൾ. ഷെല്ലിയുടെ നേട്ടങ്ങൾ ഈ 5 സ്വർണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലോക ചാമ്പ്യൻഷിപ്പിൽ മാത്രം 13 മെഡലുകളാണ് ഷെല്ലിയുടെ ഷോക്കേസിലുള്ളത്. അതിൽ 10ഉം സ്വർണം തന്നെയാണ്. ഇനി ഒളിമ്പിക്സിലേക്ക് വന്നാലും ഷെല്ലിയുടെ അശ്വവേഗം അഭിമാനാർഹമാണ്. 100 മീറ്ററിൽ തുടർച്ചയായി 4 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ താരമാണിവർ. 2008 ബെയ്ജിങ്ങിലായിരുന്നു തുടക്കം. 22 വയസ്സുകാരിയുടെ ആദ്യ ഒളിമ്പിക് സ്വർണം. 2012 ലണ്ടനിലും സ്വർണം എന്ന സ്വപ്നത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. 2016 റിയോയിലെത്തിയപ്പോൾ സ്വർണ സ്വപ്നം പൊലിഞ്ഞെങ്കിലും വെങ്കലം നേടി പോഡിയത്തിൽ ചിരിച്ചു നിന്നു ഷെല്ലി. ഇക്കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലാകട്ടെ 2ാം സ്ഥാനക്കാരിയായി വെള്ളി മെഡൽ തിളക്കം കഴുത്തിലണിഞ്ഞു. ഒളിമ്പിക്സിൽ നിന്ന് ആകെ മെഡലുകൾ 8 എണ്ണം. 3 സ്വർണവും 4 വെള്ളിയും 1 വെങ്കലവും. 2019 ദോഹ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ശേഷം 1 വയസ്സുകാരൻ മകനായ സിയോണിനെ ട്രാക്കിലിരുത്തി ലാളിക്കുന്ന ഷെല്ലിയുടെ ചിത്രം ലോകം ഏറ്റെടുത്തിരുന്നു. പോക്കറ്റ് റോക്കറ്റ് എന്ന പേര് അന്ന് മമ്മി റോക്കറ്റ് എന്ന് ലോകം മാറ്റി വിളിച്ചു. കായിക രംഗത്തിനു വേണ്ടി എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും അതൊരു നഷ്ടമായി കരുതുന്നില്ലെന്ന് അവർ ആവർത്തിക്കുന്നു. ഓട്ടവും മകനും രണ്ടും ഒരുപോലെ പ്രധാനമാണെന്നും രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകാനാകുന്നു എന്നതാണ് തന്റെ യഥാർത്ഥ വിജയമെന്നും ഷെല്ലി പറഞ്ഞിട്ടുണ്ട്. ആത്മവിശ്വാസമാണ് എന്നും ഷെല്ലിയുടെ മുഖമുദ്ര. വിജയപീഠത്തിൽ കുലീനയായി ആത്മവിശ്വാസത്തോടെ അവർ മെഡൽ സ്വീകരിക്കുന്ന ആ കാഴ്ച രോമാഞ്ചമുണർത്തുന്നതാണ്. നല്ല എതിരാളികൾ ഉണ്ടാകുമ്പോൾ സ്വന്തം പ്രകടനവും ഉയരങ്ങളിലെത്തും എന്നാണ് ഷെല്ലിയുടെ അഭിപ്രായവും അനുഭവവും. ജമൈക്കയിൽ സ്പ്രിന്റ് ഇനങ്ങളിൽ കരുത്തരുടെ ചാകരയാണ്. അവിടെ മേൽവിലാസം ഉണ്ടാക്കുകയും ലോകവേദികളിൽ അത് നിലനിർത്തുകയും ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല. അതും ഈ 37ാം വയസ്സിലും. പ്രായം സ്വപ്നങ്ങൾക്ക് പരിധിയല്ലെന്ന് തെളിയിച്ച വേഗറാണി പാരീസിൽ അവസാന മത്സരം നടത്തി ട്രാക്കിനോട് വിട പറയുമ്പോൾ അത്
ആഗോള കായിക രംഗത്തിന്റെ നഷ്ടം തന്നെയാണ്.